ആനിമൽ. രചന സൂര്യകാന്തി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. താനിനി എങ്ങനെ ഈ രാത്രി തനിയെ പോകുന്നു? ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട എന്ത് കാര്യം തനിക്ക് ഉണ്ടായിരുന്നു? നിരഞ്ജന് വല്ലാത്തൊരു അസ്വസ്ഥ. ഇനി ഇവിടെ ഈ രാത്രി തിരികെ തനിച്ചു വിടുന്നതിനെ കുറിച്ച് നിരഞ്ജന് ഓർക്കാൻ കൂടെ വയ്യ. എന്നാലോ അവനെ കൊണ്ട് ഒട്ടും കൊണ്ട് ചെന്നാക്കാനും വയ്യ. എങ്ങനെ പറ്റാനാണ്? കാല് നിലത്തുറച്ചിട്ട് വേണ്ടേ? ഇവിടം വരെ എത്തിയ പാട് അവനെ അറിയും. താൻ ആരോടെങ്കിലും വിളിച്ച് വരാൻ പറ. തനി ഈ സമയത്ത് പോകണ്ട. എന്റെ കാര്യത്തിൽ കാണിച്ച് ഈ പകുതി ശ്രദ്ധ സ്വന്തം അനിയത്തിന്റെ കാര്യത്തിൽ കാണിക്കായിരുന്നെങ്കിൽ അവൾക്ക് ഇനി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു സാറേ. അവൾ കരഞ്ഞു പറഞ്ഞല്ലേ അവളുടെ ഭർത്താവോടായിട്ട് കൊല്ലാകൊല ചെയ്യുകയാണെന്ന്. എന്നിട്ട് അതിന് നിങ്ങളൊരു പരിഹാരം ഉണ്ടാക്കിയോ? പരിഹാരം ഉണ്ടാക്കുന്ന വിട്. നിങ്ങൾ അവളെ ഒന്ന് സമാധാനിപ്പിക്കുകയും ചെയ്തോ? പാറുവിന് രോഷം തിളച്ചു വന്നി. എന്തിനാണ് തനിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നതെന്ന് പാറു വെറുതെ ചിന്തിച്ചു. അതിനൊരു ഉത്തരവും കിട്ടി. ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് പാറു തന്നെ തന്നെയാണ് കാണുന്നത്. ജിതിന്റെ ക്രൂരതകളിൽ നിന്ന് ആരെങ്കിലും തന്നെ രക്ഷപ്പെടുത്തുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. ഓരോ രാത്രിയും അവന്റെ പീഡനങ്ങൾക്കിരയായി വിങ്ങിക്കരയുമ്പോഴും ആരെങ്കിലും തന്നെ കേൾക്കാനുണ്ടായിരുന്നെങ്കിലെന്ന് കൊതിച്ചിരുന്നു. തന്നെ ആരെങ്കിലും ചേർത്ത് പിടിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നിട്ടോ ആരും വന്നില്ല. ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കിയില്ല. ധന്യയും അതേ അവസ്ഥയിലായിരിക്കാം അന്ന് ഇവിടെ വന്നപ്പോൾ. എന്നിട്ടോ അവൾ ആട്ടിയിറക്കി വിട്ടു. എന്നിട്ട് അവൾക്കൊരു അപകടം പറ്റിയെന്നറിഞ്ഞപ്പോ ഇല്ലാത്ത കണ്ണുനീരും വരുത്തി ഇവിടെ നിന്ന് തകർത്തങ്ങ് അഭിനയിച്ചു. ഇപ്പൊ അവൾക്ക് ജീവനും ജീവിതം ഇനിയും ബാക്കിയുണ്ടെന്ന് അറിഞ്ഞപ്പോ അവളെ അങ്ങേയറ്റം പരിഹസിക്കുന്നു. തീ പോലെ നിന്ന് ആളുന്നവളെ നിരഞ്ജൻ അല്പം കൗതുകത്തോടെ നോക്കി. നീ എന്തിനാണ് ഈ കിടന്ന് രോഷം കൊള്ളുന്നത്? നിന്റെ ആരുമല്ലല്ലോ അവള്, പിന്നെന്താ? നിരഞ്ജൻ ചോദിച്ചു. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട്, ഞാൻ ഒരുപാട് അനുഭവിച്ചുകൊണ്ട്, ഞാനും ആരും ആശ്രയമില്ലാതെ മരിക്കാൻ ശ്രമിച്ച് തോറ്റുപോയതുകൊണ്ട്, എന്റെ ഉള്ളിൽ മരവിക്കാത്തൊരു മനസ്സുള്ളതുകൊണ്ട് പാറു നിന്ന് കിതച്ചു. അവളതങ്ങ് പറഞ്ഞു തിരിഞ്ഞടക്കാനൊരുങ്ങവേ നിരഞ്ജൻ അവളെ കൈത്തണ്ടയിൽ പിടിമുറുക്കി. പാർവണ പതിയെ അവനെ തിരിഞ്ഞു നോക്കി. മുഖം കുനിച്ചിരിക്കുകയായിരുന്നവൻ ആ രക്തവർണ്ണമായ മിഴികൾ ഉയർത്തി അവളെയും നോക്കി. അതാകെ കരങ്ങി മറിഞ്ഞിരുന്നു. എനിക്ക് നീ പറഞ്ഞ മനസാക്ഷിയോ കണ്ണീച്ചോരയൊന്നുമില്ല. കാരണം അറിയണോ നിനക്ക്? അറിയണോ? പട്ടിണി കിടന്നിട്ടുണ്ടോ നീ? വെള്ളം മാത്രം കുടിച്ച് ദിവസങ്ങൾ തള്ളി നീക്കിയിട്ടുണ്ടോ? ചുറ്റും കൂടുന്നവർ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ടോ? ചെയ്യാത്ത കൊടുങ്കുറ്റം ആരോപിച്ച് നിശബ്ദയാക്കി കളഞ്ഞിട്ടുണ്ടോ നിന്നെ ആരെങ്കിലും? സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാതെ പട്ടിയെ പോലെ ചുറ്റുള്ളവരോട് കെഞ്ചിയിട്ടുണ്ടോ? പെറ്റ വയറ് തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ ഈ നിരഞ്ജൻ അനുഭവിച്ചതാ. ഇതൊക്കെ ഈ നിരഞ്ജൻ ഒറ്റക്ക് നേരിട്ടതാ. നിരഞ്ജൻ സ്വന്തം നെഞ്ചിലേക്ക് ശക്തിയായി തട്ടിക്കൊണ്ട് പറഞ്ഞു. അന്നൊന്നും ഒരുത്തനും ഉണ്ടായിരുന്നില്ല എന്റെ കൂടെ. ഒരാള് പോലും നിരഞ്ജൻ നല്ലവരാണെന്ന് പറഞ്ഞില്ല. ആരും എനിക്ക് വേണ്ടി വാദിച്ചില്ല. അന്നൊക്കെ ഞാൻ മനുഷ്യനായിരുന്നു. ഇന്ന് മൃഗം. എനിക്കിനി ഒന്നിനും കൊള്ളാത്ത വിഡ്ഢിയായ നിരഞ്ജൻ എന്ന മനുഷ്യനാവണ്ട. ഒരിക്കലും ആവണ്ട. നിരഞ്ജൻ ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. അവന്റെ ഉള്ളിൽ നിന്ന് സകലതിനെയും ചുട്ടരിക്കാൻ പാകത്തുള്ള ലാവ പുറത്തേക്ക് ഒഴുകി. അവന്റെ ഉള്ളിൽ വർഷങ്ങളായി അണയാതെ കിടക്കുന്ന തീക്കനലുകൾ കുടിച്ചേർത്ത മദ്യത്തിന്റെ ചൂടിൽ ശക്തി പ്രാപിച്ചു. ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നവൾ എന്നോട് ചെയ്ത് എന്താണെന്ന് എനിക്കറിയോ? നിരഞ്ജൻ ഉറക്കാലറി. പാർവണ അവന്റെ ഭാവമാറ്റത്തിൽ ഭയത്തോടെ മിഴിനീര് വിഴുങ്ങി തറഞ്ഞു നിന്നുപോയി. നിരഞ്ജൻ അന്നേരം ഒരു തുറന്ന പുസ്തകാവള തയ്യാറെടുപ്പിലായിരുന്നു. ഒരു വരി പോലും ബാക്കി വെക്കാതെ മുഴുവനായും വായിച്ചെടുക്കാൻ നിരഞ്ജൻ തന്നെ സ്വയമേ അവൾക്ക് തുറന്നു കൊടുത്തു. പാറു അറിയുകയായിരുന്നു നിരഞ്ജനെ. ഓരോ വട്ടവും ഓരോ സത്യങ്ങളും മുന്നിൽ വെളിവാകുമ്പോൾ പാറു തുറിച്ചു വെച്ച് അവനെ നോക്കി. ഭീകരമായൊരു ബാല്യം പേറിയവൻ, അതിലും ഭീകരമായൊരു കൗമാരം താണ്ടിയവൻ. നിരഞ്ജന്റെ അച്ഛൻ ഹരീന്ദ്രനും അമ്മ ജാനകിയും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. 4 ആംഗ്ലമാർക്കുള്ള ഏക പെങ്ങളായിരുന്നു ജാനകി എന്ന അവിടെ ജാനിക്കുട്ടി. അങ്ങനെ ഇരിക്കെ വീട്ടിൽ വരുന്ന കൂലിപ്പണിക്കാരനായ രാജന്റെ മകനായ ഹരീന്ദ്രനോട് അവൾക്ക് കടുത്ത പ്രണയം പിടിപെട്ടു. സ്വന്തം നിലയും വിലയും അറിയാവുന്ന ഹരീന്ദ്രൻ ആവുന്നത്ര ജാനകിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ ആവുന്നത്ര ലാളനയും പരിഗണനയും നൽകി മാതാപിതാക്കൾ വളർത്തി വലുതാക്കിയ ജാനി ആവശ്യത്തിലേറെ പിടിവാശിക്കാരിയായിരുന്നു. ഒപ്പം നടന്നു ആത്മഹത്യാ ഭീഷണി മുഴക്കിയുമൊക്കെയാണ് അവൾ ഹരീന്ദ്രന്റെ ഇഷ്ടം തിരികെ പിടിച്ചു പറ്റിയത്. പതിയെ ജാനകിയുടെ ഹരീന്ദ്രനെയും പ്രണയം നാട്ടിൽ പാട്ടായി. പ്രമാണികളായ ജാനകിയുടെ അച്ഛനും ആംഗ്ലമാർക്കും മുഖത്തേറ്റടിയായിരുന്നു ജാനകിയുടെയും ഹരീന്ദ്രന്റെയും ആ ബന്ധം. ദുരഭിമാനത്തിനൊട്ടും കുറവില്ലായിരുന്നവർ പറ്റുന്നത്ര ആ ബന്ധത്തെ വിലക്കി. ആഗ്രഹിച്ചെന്തു നേടിയെടുത്തുള്ള ജാനകി ഹരീന്ദ്രന്റെ കാര്യത്തിലും തന്റെ വാശി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജാനകി അച്ഛനെയും ആംഗ്ലമാരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഹരീന്ദ്രന്റെ കൂടെ ഇറങ്ങിപ്പോയി. ഹരീന്ദ്രൻ തന്നാൽ കഴിയും വിധമായിരുന്നു ജാനകിയെ പരിചരിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. പക്ഷേ സകല ആഡംബരങ്ങളുടെയും അടിത്തട്ടിൽ ജീവിച്ചിരുന്ന ജാനകിക്ക് ഹരീന്ദ്രന്റെ ഒപ്പമുള്ള പട്ടിണിയും പരിവട്ടമായ ജീവിതം പെട്ടെന്ന് തന്നെ മടുത്തു തുടങ്ങി. വാശി പിടിച്ച് നേടിയ ഹരീന്ദ്രൻ എന്ന കളിപ്പാട്ടം അവൾക്ക് മടുത്തു തുടങ്ങിയിരുന്നു. അവൾ അതിൻ്റെതായ ഇഷ്ടക്കേടുകൾ പ്രകടിപ്പിച്ചു തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിരഞ്ജൻ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നിരുന്നു. വിവാഹം കഴിഞ്ഞ് 2 മാസം പൂർത്തിയാകുമ്പോഴേക്കും ഹരീന്ദ്രന്റെ അംശം തന്നിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന സത്യം ജാനി മനസ്സിലാക്കി.
ഹരീന്ദ്രന്റെ കൂടെയുള്ള ജീവിതം അടുത്ത് തിരികെ വീട്ടിലേക്ക് തന്നെ പോകാൻ നിന്നിരുന്ന ജാനകിക്ക് ഏറ്റ അടിയായിരുന്നു നിരഞ്ജന്റെ ജന്മം. ഇനി കാലാകാലം ഈ പട്ടിണിയും പരിവട്ടുമായ ആ കുഞ്ഞിനെ നോക്കി ഹരീന്ദ്രന്റെ ഭാര്യയായി തന്നെ ജീവിതം തള്ളി നീക്കണമെന്ന് ജാനകി പതിയെ ബോധ്യപ്പെട്ടു തുടങ്ങി. വയറ്റിൽ വളർന്നു വരുന്ന കുഞ്ഞു ജീവനോട് ജാനകിക്ക് വെറുപ്പ് തോന്നി. ഗർഭകാലത്ത് തന്നെ ഉടലെടുത്ത ആ വെറുപ്പ് പിന്നീട് അവൻ ജനിച്ചപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു പകയായി തന്നെ വളർന്നു. ജാനകി ഹരീന്ദ്രനോട് എത്ര തട്ടിക്കയറിയാലും എന്തൊക്കെ ചീത്ത വിളിച്ചാലും അയാൾ ജാനകിയെ ചേർത്ത് പിടിക്കാൻ തന്നെയായിരുന്നു ശ്രമിച്ചിരുന്നത്. ആ സ്നേഹം പോലും ജാനകിക്ക് വീർപ്പൂട്ടലുണ്ടാക്കി. പക്ഷെ ഹരീന്ദ്രൻ ആകെ ദേഷ്യം വന്നിരുന്ന് നിരഞ്ജനോട് അവരെന്തെങ്കിലും മോശമായി പെരുമാറുമ്പോൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹരീന്ദ്രനോടുള്ള ദേഷ്യം തീർക്കാൻ അവർ കണ്ടെത്തിയ ആയുധമായിരുന്നു നിരഞ്ജൻ. ചെറുപ്പം മുതലേ നിരഞ്ജന അമ്മ എന്നതൊരു പേടി സ്വപ്നമായി മാറി. ഓരോ സമയത്തും അവർ എങ്ങനെയൊക്കെ പെരുമാറുമെന്നുള്ളത് പ്രവചിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. അപൂർവം ചില സമയത്ത് ജാനകി നിരഞ്ജന ഇഷ്ടത്തോടെ ഭക്ഷണം വാരി കൊടുക്കുകയും തലയിൽ തലോടുകയും എല്ലാം ചെയ്യും. പക്ഷെ ഹരീന്ദ്രനോട് വഴക്കുണ്ടായി കഴിഞ്ഞാൽ അവർ പഴയപടിയാവും. പിന്നെ നിരഞ്ജൻ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റമാണ്. അവരുടെ ഞൊടിയിടയിൽ മാറുന്ന ഭാവവ്യത്യാസങ്ങളിൽ നിരഞ്ജൻ ആകെ ആകുലപ്പെട്ടുപോയി. സ്കൂളിൽ അമ്മ എന്ന വാത്സല്യത്തിന്റെ നിറകുടത്തെക്കുറിച്ച് ടീച്ചർ പഠിപ്പിക്കുമ്പോഴും അങ്ങേയറ്റത്തെ ബെഞ്ചിൽ തന്റെ അമ്മ മാത്രം അങ്ങനെയല്ലല്ലോ എന്ന് ചിന്തിച്ച് കണ്ണു നിറച്ചിരുന്നു കുഞ്ഞ് നിരഞ്ജൻ. പക്ഷെ അച്ഛൻ അവന് വാനോളം സ്നേഹം കൊടുത്തു. അമ്മ നിഷേധിച്ച സ്നേഹം കൂടെ ആ മനുഷ്യൻ അവന് കൊടുത്തു. പക്ഷെ ഒട്ടും വൈകാതെ അത് അവന് നഷ്ടപ്പെടുത്തി. ഒരപകടത്തിലൂടെ ഹരീന്ദ്രനെ ദൈവം വിളിച്ചപ്പോൾ നിരഞ്ജൻ ആരുമില്ലാത്തവനായി പോയി. സ്വന്തം അമ്മ ജീവിച്ചിരിക്കെ തന്നെ അവൻ അനാഥനായി പോയി. ഹരീന്ദ്രന്റെ അപകടം പറഞ്ഞ ജാനകിയുടെ കുടുംബം ജാനകിയെയും നിരഞ്ജനെയും തിരികെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു. ഹരീന്ദ്രന്റെ വേർപാടിൽ ചെറിയൊരു സങ്കടമുള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിലും തന്റെ വീട്ടിലേക്ക് തിരികെ കയറാൻ പറ്റിയെന്നൊരു സന്തോഷം കൊണ്ട് ജാനകി ആ സങ്കടം പെട്ടെന്ന് തന്നെ മറന്നുപോയി. പക്ഷെ ഹരീന്ദ്രന്റെ ചോരയാണെന്നൊരൊറ്റ കാരണത്താൽ നിരഞ്ജനെ അവരെന്നും അകറ്റിയാണ് നിർത്തിയിരുന്നത്. അവിടുത്തെ കുട്ടികൾ പോലും അവനെ കളിക്കാൻ കൂടെ കൂട്ടിയിരുന്നില്ല. പക്ഷെ പഠിക്കാൻ മിടുക്കനായ നിരഞ്ജൻ തന്റെ വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് തന്റെ വിദ്യാഭ്യാസത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ വീട്ടിൽ തിരികെത്തിയത് മുതൽ വിധവയായ പെങ്ങൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഒരു ബാധ്യതയാവുമോ എന്ന് ജാനകിയുടെ ആങ്ങളമാരുടെ ഭാര്യമാർ സംശയം പ്രകടിപ്പിച്ചു തുടങ്ങി. ജാനകിയുടെ അമ്മ അതിനിടയിൽ മരണപ്പെട്ടു പോയിരുന്നു. അച്ഛനാണെങ്കിൽ പ്രായം ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഹരീന്ദ്രൻ മരിച്ച് 3 മാസത്തിനകം അവർ ജാനകിയെ മറ്റൊരാൾക്ക് വേണ്ടി വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. ജാനകിക്ക് അതിൽ എതിർപ്പൊന്നുമില്ലാത്ത നിരഞ്ജനെ അത്ഭുതപ്പെടുത്തി. കാരണം അച്ഛൻ മരിച്ച് ഇത്രയും ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ അമ്മയ്ക്ക് വിഷമമറക്കാൻ കഴിഞ്ഞുവെന്നാണ് അന്നേരം നിരഞ്ജൻ ചിന്തിച്ചിരുന്നത്. മാധവൻ അയാളെയായിരുന്നു രണ്ടാമതായി ജാനകി വിവാഹം ആലോചിച്ച്. പറയത്തക്ക സാമ്പത്തിക ഭദ്രതയൊന്നും മാധവനുണ്ടായിരുന്നില്ല. പക്ഷേ ജാനകിയുടെ ഒളിച്ചോട്ടവും അത് കഴിഞ്ഞുള്ള ഹരീന്ദ്രന്റെ കൂടെയുള്ള ജീവിതവുമെല്ലാം നാട്ടിൽ പാട്ടായതുകൊണ്ട് അതിലും നല്ലൊരു ബന്ധം എന്തോ ജാനകിയെ തേടി വന്നില്ലായിരുന്നു. മാധവൻ ആദ്യ വിവാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുകാരും മറ്റൊന്നും ചിന്തിക്കാതെ ജാനകി അയാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അമ്മയുടെ തറവാട്ടിൽ നിൽക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് അമ്മ വിവാഹം ചെയ്തു പോകുന്ന സ്ഥലത്തേക്ക് തന്നെ നിരഞ്ജനും പോവേണ്ടായിട്ട് വന്നു. നിന്നെ രണ്ടാനച്ഛൻ ഉപദ്രവിക്കും, ചിലപ്പോൾ നിന്നെ അടിക്കും, അങ്ങനെയെല്ലാം കൂട്ടുകാർ കൂടെ പറഞ്ഞപ്പോൾ കുഞ്ഞു നിരഞ്ജന്റെ ആ കുഞ്ഞു ഹൃദയം പേടിച്ചു തുടങ്ങി. പക്ഷേ പൊതുവെയുള്ള രണ്ടാനച്ഛന്മാരുടെ ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ട് നിരഞ്ജന് കിട്ടിയത് ഒരു സ്നേഹ കൂമ്പാരത്തെയായിരുന്നു. മാധവൻ എന്ന നല്ല മനുഷ്യനെ അവനന്നേരം തിരിച്ചറിയുകയായിരുന്നു. ഹരീന്ദ്രന്റെ അതേപോലെ തന്നെ അയാൾ നിരഞ്ജനെ സ്നേഹിച്ചു തുടങ്ങി. ഒരിക്കലും ഹരീന്ദ്രന്റെ പകരക്കാരനായിട്ട് മാധവനെ മനസ്സുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നിരഞ്ജനും മാധവനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ജാനകി പിന്നെയും ഗർഭിണിയായി. ഒരു കുഞ്ഞുകൂടെ അവർക്കിടയിലേക്ക് പിറന്നു വീണു. പക്ഷെ ആ പെൺകുഞ്ഞിന്റെ സ്വഭാവം മാധവന്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം തള്ളിക്കൊണ്ട് ജീനുകൾ പൂർണ്ണമായി ജാനകിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. അമ്മയുടെ അതേപോലെയുള്ള പിടിവാശിയോ അഹങ്കാരമെല്ലാമുള്ള ധന്യയെ നിരഞ്ജൻ എപ്പോഴും പേടിയോടെ തന്നെയായിരുന്നു കണ്ടിരുന്നത്. ആവോളം ധന്യെ നിരഞ്ജൻ സ്നേഹിക്കാൻ നോക്കിയെങ്കിലും എപ്പോഴും അവൾ നിരഞ്ജനിൽ നിന്ന് അകലം പാലിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ജാനകിയമ്മയുടെ വീട്ടിലെ സ്വത്ത് ഭാഗം വെക്കൽ വന്നു. ആങ്ങളമാരെല്ലാം സാമർത്ഥ്യക്കാരായതുകൊണ്ട് ചെറിയൊരു വിഹിതമേ ജാനകിയമ്മയ്ക്ക് കിട്ടിയുള്ളൂ. മാധവൻ അതിൽ പരാതിയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ജാനകി ആങ്ങളമാരുള്ള സ്നേഹത്തിന് വിള്ളൽ വീഴാൻ അത് കാരണമായി. വർദ്ധിച്ചു വരുന്ന വഴക്കുകളുടെ അടിസ്ഥാനത്തിൽ അവർ പരസ്പരം അകന്നു തുടങ്ങി. സ്വന്തമായി ഒരു സെന്റ് ഭൂമി പോലും മാധവന്റെ അടുത്തില്ലാത്തതുകൊണ്ട് ജാനകിയമ്മ അയാൾക്കും ഹരീന്ദ്രന്റെ അത്ര വിലയെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ജാനകിക്ക് ധന്യ വലിയ കാര്യമായിരുന്നു. നിരഞ്ജന് നൽകാത്ത സകല സൗഭാഗ്യങ്ങളും സകല സ്നേഹവും നൽകി അവർ ധന്യയെ വളർത്തി വലുതാക്കി. ഇടയ്ക്കെല്ലാം അമ്മയ്ക്ക് തന്നെയുള്ള സമീപനം കാണുമ്പോൾ നിരഞ്ജൻ ചിന്തിക്കും, തന്നെ ഏതെങ്കിലും അനാഥാലയത്തിൽ നിന്ന് ദത്തെടുത്ത് വളർത്തിയതാണോ എന്ന്. എല്ലാ സുഖലാടനങ്ങളും അനുഭവിച്ചുകൊണ്ട് ധന്യ വളർന്നു. ഒപ്പം ആരുടെയും പരിഗണനയും സ്നേഹവും കിട്ടാൻ നിരഞ്ജനും. തന്റെ പിടിവാശികൾക്കൊന്നും കൂട്ടുനിൽക്കാത്ത, അതേപോലെ ആവശ്യത്തിലേറെ നിരഞ്ജനോട് വാത്സല്യം കാണിക്കുകയും ചെയ്യുന്ന തന്റെ അച്ഛനോട് വലിയ ഇഷ്ടമൊന്നും തന്നെയും കാണിച്ചില്ല. പക്ഷെ വിധി പിന്നെയും നിരഞ്ജന്റെ മുന്നിലേക്ക് കറുപ്പുകയും നീട്ടി. പെട്ടെന്നൊരു ദിവസം പ്രത്യക്ഷത്തിൽ ആരോഗ്യവനായ മാധവൻ കുഴഞ്ഞു വീണുപോയി. പിന്നീട് അദ്ദേഹത്തിന് പഴയ ജീവിതത്തിലേക്ക് മടങ്ങാനായില്ല. ഒരു വശം തളർന്ന് സംസാരശേഷി പോലും നിലച്ച് അയാൾ അങ്ങനെ കിടക്കേണ്ടി വന്നു. അന്നു മുതൽ നിരഞ്ജൻ പഠിക്കുന്നതിനൊപ്പം പണിക്കുറങ്ങി തുടങ്ങി.
വീട്ടിലെ ചെലവുകളും ഒപ്പം ധന്യയുടെ അമ്മയുടെ അനാവശ്യ ചിലവുകളും അവൻ ഒരുപോലെ കൊണ്ടുകിടന്നു. മാധവന്റെ സകല കാര്യങ്ങളും ഒരു മടിയുമില്ലാതെ അവൻ ചെയ്തു കൊടുത്തു. ഭക്ഷണം വാരിക്കൊടുക്കലും കുളിപ്പിക്കലും അങ്ങനെയെല്ലാം. മാധവൻ അവന് സ്വന്തം മകനായി കണ്ടതിന് പകരമായി അവന് അദ്ദേഹത്തെ സ്വന്തം അച്ഛനായി പരിചരിച്ചു. അന്നൊരിക്കൽ അമ്മ സ്വന്തത്തിൽപ്പെട്ട ഒരു കല്യാണത്തിനുമായ ദിവസമായിരുന്നു. നിരഞ്ജൻ അച്ഛന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് പുറത്തേക്കും പോയി. സാധാരണഗതിയിൽ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാവാറുള്ളതാണ്. അത് കഴിഞ്ഞ് ജോലി. അന്ന് കോളേജിലെ ജൂനിയേഴ്സും സീനിയേഴ്സും കൂടി ഉണ്ടായ ഒരു വഴക്കിൽ കോളേജ് ഉച്ചയ്ക്ക് ശേഷം അടച്ചിട്ടു. കോളേജിൽ പഠിക്കുമ്പോൾ കൂട്ടുകാരൻ എന്ന് പറയാൻ ആകെ ഒരാൾ മാത്രമേ നിരഞ്ജൻ ഉണ്ടായിരുന്നുള്ളൂ. പൊതുവെ അന്തർമുഖനും അതേപോലെ പ്രായത്തിലേറെ പക്വതയുമുള്ള നിരഞ്ജന് സുഹൃത്ത് വലയങ്ങൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാഫ് ഡേ ലീവ് കിട്ടിയപ്പോൾ വേറെ എവിടെയും കറങ്ങിയടക്കാതെ അവൻ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു. അമ്മയില്ലാത്തതുകൊണ്ട് അച്ഛന്റെ കാര്യങ്ങളെല്ലാം ഏകദേശം അവതാളത്തിലാണെന്ന് നന്നായിട്ട് അറിയാൻ നിരഞ്ജന്. ധന്യുണ്ടെങ്കിലും ആൾക്ക് അച്ഛന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വലിയ മടിയും അറപ്പുമാണ്. നിരഞ്ജൻ അന്ന് വീട്ടിലെത്തിയപ്പോൾ മുൻവശത്തെ വാതിൽ അടഞ്ഞിടക്കുകയാണ്. എത്ര തട്ടിയിട്ടും വാതിൽ തുറക്കുന്നില്ല. അവൻ തന്നെ ഉറക്കെ വിളിച്ചുകൊണ്ടിരുന്നു. മുറി അടച്ചിട്ട് ഒരു പകലുറക്കേണ്ട പെണ്ണിന് ഭൂമി ഇടിഞ്ഞു വീണാൽ പോലും തന്നെ അറിയില്ല. ആദ്യം അവൻ ചിന്തിച്ച് അവൾ ഉറങ്ങിയായിരിക്കും എന്നായിരുന്നു. പക്ഷെ പിന്നെയും കുറെ തവണ വിളിച്ചിട്ടും അവൾ കേൾക്കാതെ ആയപ്പോൾ എന്തോ നിരഞ്ജന വല്ലാത്ത അസ്വസ്ഥ വന്ന് മൂടാൻ തുടങ്ങി. ക്ലാസ് ഉള്ളതാണ് ഇന്ന്, പക്ഷെ അച്ഛൻ തനിച്ചല്ലേ ഉള്ളൂ എന്ന് കരുതി ലീവ് എടുക്കുകയാണെന്ന് അവൾ പറഞ്ഞിരുന്നതാണ്. നിരഞ്ജൻ വെപ്രാളത്തോടെ ആ വീടിന് ചുറ്റും നടന്നു നോക്കി. വയ്യാത്ത അച്ഛനോട് മാത്രമേ വീട്ടിലുള്ളൂ. ധന്യയുടെ മുറിയുടെ കൊളുത്തുമാറി കിടക്കുന്ന ജനാല തള്ളി തുറന്ന് അവൻ അകത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയിൽ നിരഞ്ജൻ ഞെട്ടിപ്പോയി. ധന്യയുടെ കൂടെ മറ്റൊരു ചെറുക്കൻ. ഒരടിപ്പാവടെയും ബ്ലൗസും മാത്രമാണ് അവരുടെ വേഷം. കൂടെ നിൽക്കുന്ന ചെക്കൻ ഷർട്ട് ധരിച്ചിട്ടുമില്ല. കണ്ട കാഴ്ചയിൽ നിരഞ്ജനും ആകെ വെപ്രാളമായി. അവരുടെ മുഖത്തുണ്ട് അതേ വെപ്രാളം. നിരഞ്ജൻ ജാളിതയോടെ മുഖം വെട്ടിച്ചു. അവൻ ദേഷ്യത്തോടെ മുഷ്ടിയുരുട്ടി ആ ജനലിലേക്ക് തന്നെ ആഞ്ഞടിച്ചു. അതുവരെ ധന്യയോട് സൗമ്യമായി മാത്രം പെരുമാറിയിരുന്ന അവരുടെ ഒരു കാര്യത്തിന് പോലും വഴക്ക് പറയാത്ത നിരഞ്ജൻ അതിശക്തമായൊരു കൊടുങ്കാറ്റ് എന്ന പോലെ ഒന്ന് ആഞ്ഞടിച്ചു. ധന്യയുടെ മുറിയുടെ വാതിൽ ചവിട്ടി തുറന്ന് അവൻ അകത്തേക്ക് കയറുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ ചലനമറ്റി കിടക്കുന്ന രൂപത്തിലേക്ക് കൂടെ നോക്കി നിരഞ്ജൻ. പ്രത്യക്ഷത്തിൽ മാധവൻ വെറുതെ ജീവച്ചാൻ പോലെ കിടക്കുകയാണെന്ന് തോന്നുമെങ്കിലും അയാളുടെ കണ്ണുകളിൽ നിന്ന് കുടക്കണക്കിന് കണ്ണുനീർ ചാലിട്ടൊഴുകുന്നത് നിരഞ്ജൻ ശ്രദ്ധിച്ചു. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും പ്രതികരിക്കാൻ കഴിയാത്ത അച്ഛന്റെ ആ ദയനീയാവസ്ഥ നിരഞ്ജന്റെ മനസ്സിനെ പിടിച്ചുലച്ചു. അതിന്റെ ഒരു പ്രതിഫലനം എന്ന പോലെ നിരഞ്ജന്റെ ആദ്യത്തെ അടി ധന്യയുടെ കവിളിൽ വീണു. അപ്പോഴേക്കും കൂടെയുള്ളവൻ ഇറങ്ങി ഓടിയിരുന്നു. അന്നാണ് ആദ്യമായി നിരഞ്ജൻ ജയനെ കാണുന്നത്, ധന്യയുടെ ജയേട്ടനെ. നിരഞ്ജന്റെ ആ ഭാവമാറ്റത്തിലും അവന്റെ ആ അടിയിലും ധന്യ പകച്ചെന്ന് പോയി. അമ്മ വരട്ടെ, വളർത്തി വലുതാക്കി നാശാക്കി വെച്ചതിന് അവർക്കിട്ടും ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് നിരഞ്ജൻ ആക്രോശിച്ചു. എന്നെ തലം താൻ എന്റെ അച്ഛന്റെ മകനൊന്നല്ലോ എന്ന ചോദ്യത്തിന് ധന്യക പിന്നെയും കിട്ടിയ ഒരു അടി കൂടെ. അവരോട് പറഞ്ഞാൽ കേൾപ്പല്ലെന്ന് ഏകദേശം ധന്യക മനസ്സിലായി. ധന്യ തന്റെ മുറിയുടെ മൂലയിൽ നിന്ന് ഇനി എന്ത് വേണമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. അമ്മ വരുന്നവരെയുള്ള സമയമേ തനിക്ക് മുമ്പിലുള്ളൂ എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ആ ചുരുങ്ങിയ സമയം കൊണ്ട് ആളൊരു കഥ മെനഞ്ഞെടുത്തു. ഒരു സ്ത്രീയും ഒരു പുരുഷന് നേരെ പ്രയോഗിക്കാൻ പാടില്ലാത്തൊരായുധം അന്ന് ധന്യ തന്റെ സഹോദരന് നേരെ പ്രയോഗിച്ചു. തിരികെത്തിയ ജാനകിയമ്മയോട് നിരഞ്ജൻ കാര്യങ്ങൾ ബോധിപ്പിക്കും മുന്നേ അവൾ ഓടിയെടുത്ത് അവരുടെ മാറിലേക്ക് വീണിരുന്നു. ജാനകി ആകുലതയോടെ കാര്യം തിരക്കി. താൻ പോകുന്നവർ വളരെ സന്തോഷത്തിൽ നിന്ന പെൺകുട്ടിയാണ്. ഇപ്പൊ ഇത് എന്തു പറ്റി? ആ അമ്മ പേടിച്ചു. അമ്മേ, ഈ ഏട്ടൻ എന്നെ അലറിക്കരഞ്ഞുകൊണ്ട് തന്നെ നേരെ വിരൽ ചൂണ്ടുന്ന അനിയത്തെ നിരഞ്ജൻ നിശ്ചലനായി നോക്കി നിന്നുപോയി. അവന്റെ തൊണ്ടയിലെ വെള്ളം പറ്റുകയും കൈയും കാലും വിറച്ചു തുടങ്ങുകയും ചെയ്തു. തനിക്ക് ചുറ്റും ഭൂമി ഒന്നാകെ കറങ്ങുന്ന പോലെ തോന്നി നിരഞ്ജന്. ചവിട്ടി നിരുന്ന ഭൂമി വിളന്ന് താൻ മരിച്ചു പോയാൽ മതിയെന്ന് പോലും നിരഞ്ജന് തോന്നിപ്പോയി. ജാനകിയുടെ മറവിൽ ചാഞ്ഞു കിടന്നുകൊണ്ട് ധന്യ അവനെ കൗശലക്കാരിയായ ഒരു ചെന്നായിയുടെ ഭാവത്തിൽ നോക്കി പതിയെ ചിരിച്ചു. ബന്ധുക്കൾക്കും നാട്ടുകാർക്കും സ്വന്തം പെറ്റമ്മക്കിടയിലേക്ക് നിരഞ്ജന്റെ മാംസം അവൾ വിളമ്പി വെച്ചു കൊടുത്തു. ഒരായുധം പോലും കയ്യിലെടുക്കാതെ സ്വന്തം കൂടപ്പിറപ്പിനെ വെട്ടി വീഴ്ത്തി കളഞ്ഞു ധന്യ. കൊത്തി തിന്നട്ടെ എല്ലാ കഴുകന്മാരും കൂടെ അവനെ, വിശപ്പടക്കട്ടെ എല്ലാവരും. ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ധന്യ ചിന്തിച്ചു. അന്ന് ആ ഒരു ദിവസം ആ രാത്രി ഇരുട്ടി വിളിപ്പിക്കാൻ നിരഞ്ജൻ പാടുവിട്ടുപോയി. സകലരുടെയും വക കുത്തുവാക്കുകളും ശാപവും കൊത്തുവലികളും എല്ലാം കഴിഞ്ഞപ്പോൾ നിരഞ്ജൻ തളർന്നു. ജീവിതത്തിൽ പലവട്ടം പട്ടിണി കിടന്നിട്ടുണ്ട്. അമ്മയുടെ കുത്തുവാക്കൾ കേട്ടിട്ടുണ്ട്. എല്ലാവരും ഒറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അന്നൊന്നും തോന്നാത്ത തകർച്ചയിൽ നിരഞ്ജൻ ഒരു പടുകുഴിയിലേക്ക് വീണുപോയി. പിടിച്ചു കയറാൻ ഒരു കച്ചി തുരുമ്പിട്ട് തരാൻ പോലും നിരഞ്ജന് ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല. അതുവരെ സ്നേഹത്തോടെ നോക്കിയിരുന്നവരെല്ലാം മുഖത്ത് പരോക്ഷമായി കാർക്കിച്ച് തുപ്പിത്തുടങ്ങി. പെങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചവനെന്ന് വിധി എഴുതി. നിരഞ്ജന്റെ നാട്ടിലൊരുത്തൻ കോളേജിൽ നിരഞ്ജൻ ഒരുമിച്ചിട്ടായിരുന്നു പഠിച്ചിരുന്നത്. അവൻ പറഞ്ഞിട്ടാണെന്നറിയില്ല, കോളേജിൽ മൊത്തം ഈ വാർത്ത പാട്ടായി. പഠിക്കുന്ന ആളായതുകൊണ്ട് അധ്യാപകരുടെ കണ്ണിലുണ്ണിയായിരുന്നു നിരഞ്ജൻ. അതുകൊണ്ട് തന്നെ ചുറ്റുമുണ്ടായിരുന്ന അവനോട് അസൂയുണ്ടായിരുന്ന മറ്റു കൂട്ടുകാർ ആ ആയുധം നല്ലപോലെ വിനിയോഗിച്ചു. കോളേജിന്റെ പല മുക്കിലും മൂലയിലുള്ള ചുമരുകളിൽ നിരഞ്ജനെ കുറിച്ചുള്ള കെട്ടുകഥകൾ അക്ഷരങ്ങളാൽ നിറഞ്ഞു. ചത്ത് ജീവിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? അതേപോലെ ഒരു അവസ്ഥയായിരുന്നു നിരഞ്ജന് പിന്നീട് അങ്ങോട്ട്. ആ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടു പോകാൻ നിരഞ്ജൻ ഇടയ്ക്കെല്ലാം തോന്നും.
പക്ഷേ പാതി തളർന്നു കിടക്കുന്ന ആ മനുഷ്യനെ ഉപേക്ഷിച്ചു പോവാൻ നിരഞ്ജന് കഴിഞ്ഞില്ല. ആരുമില്ലാത്ത നിരഞ്ജനെ ആകെ ചേർത്ത് പിടിച്ചിട്ടുള്ളത് ആ മനുഷ്യൻ മാത്രമാണ്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇട്ടിട്ട് പോവുക എന്നത് നിരഞ്ജന് സാധിക്കില്ലായിരുന്നു. ചുറ്റുമുള്ള ആളുകളുടെ വാക്കുകളും ചെയ്തികളെല്ലാം അവഗണിച്ച് ഒന്നിനും കണ്ണും ചെവിയും കൊടുക്കാതെ നിരഞ്ജൻ മാധവനെ ശുശ്രൂഷിച്ചു. പലവട്ടം ജാനകിയമ്മ അവനോട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ആവശ്യപ്പെട്ടെങ്കിലും നിരഞ്ജൻ അത്രയും നാണം കെട്ട് അവിടെ തന്നെ പിടിച്ചു നിന്നു. ധന്യ അവന് മുഖം കൊടുക്കാതെയായി. അവൻ തിരിച്ചു. പലപ്പോഴായി പലയിടങ്ങളിലായി ധന്യയും ജയനെയും നിരഞ്ജൻ കാണാറുണ്ടായിരുന്നെങ്കിലും നിരഞ്ജൻ പിന്നെ അത് മുഖവിലക്കെടുക്കാതെയായി. ജയനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത്ര നല്ല വാർത്തയല്ലായിരുന്നു നിരഞ്ജൻ മുമ്പേ കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവളായവളുടെ കുഴി തോണ്ടിയാണെന്നുള്ള നിരഞ്ജന് ഉറപ്പായിരുന്നു. പക്ഷെ അതുകൊണ്ട് തടുക്കാൻ ഇനി സാധിക്കില്ലെന്ന സത്യം ഏകദേശം നിരഞ്ജന് മനസ്സിലായി തുടങ്ങിയിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ അപ്പാടെ നിരഞ്ജന് ചുറ്റും കൂരാക്കൂറ്റിയിരുട്ടായിരുന്നു. താങ്ങാനോ തണലാവാനോ ചുറ്റും ആരുമില്ലാത്ത അവസ്ഥ. ഒരു തമാശ പറഞ്ഞ് ചിരിക്കാനോ അല്ലെങ്കിൽ സങ്കടങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരയാനോ ഒന്നും ആരും അവനുണ്ടായിരുന്നില്ല. ഒരുപാട് ആളുകൾക്കിടയിൽ നിരഞ്ജൻ എന്ന ഒറ്റമരം വളർന്നു. നിലനിൽപ്പിന് വേണ്ടി ആ ഒറ്റമരത്തിന്റെ ചില്ലകളും വേരുകളും സ്നേഹവും കരുണയും സകലരുടെ കയ്യിൽ നിന്ന് തേടിക്കൊണ്ടിരുന്നു. എല്ലാവരും അത് നിഷേധിക്കപ്പെട്ടപ്പോൾ അവനെന്ന ഒറ്റമരം ചവിട്ടി നിരുന്ന മണ്ണിലേക്ക് ശക്തമായി വേരൂന്നി. ചുറ്റുമുള്ള ആക്രമണങ്ങളിൽ കടപുഴകി വീഴാതിരിക്കാൻ അവൻ ശ്രമിച്ചു. മുന്നിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സകല ഋതുക്കളും അവൻ ഒറ്റയ്ക്ക് താണ്ടി. അവനിലെ സ്നേഹവും കരുണയെല്ലാം പതിയെ വറ്റി തുടങ്ങി. നാവുകൊണ്ട് ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവരെ അങ്ങോട്ട് അവൻ പോർവിളിക്കാൻ തുടങ്ങി. ചുറ്റും കൂടുന്ന മാംസക്കൊതിയോടെ കൊത്തിവലിക്കുന്നവരെ ഒരു പരിഹാസചിരിയോടെ അവൻ നേരിടാൻ പഠിച്ചു. പിന്നീട് അങ്ങോട്ട് നിരഞ്ജൻ ഒരു നോട്ടത്തിൽ പോലും ചുറ്റുമുള്ളവർ പതരാൻ തുടങ്ങി. തന്നെ കാണുമ്പോൾ പരിഹാസത്തോടെ ചിരിച്ചിരുന്നവരുടെ കണ്ണുകളിൽ പിന്നീട് തന്നെ കാണുമ്പോൾ ഭയം കണ്ടു തുടങ്ങിയപ്പോൾ അവൻ ആദ്യം അത്ഭുതപ്പെട്ടു. പിന്നെ അവൻ ആ മറ്റുള്ളവരുടെ കണ്ണിലെ ഭയം ആസ്വദിച്ചു തുടങ്ങി. ഇടക്കൊക്കെ നിരഞ്ജന് സങ്കടം വരും, ഇടക്കൊക്കെ കരച്ചിൽ വരും. താനിങ്ങനെ ആരുമില്ലാതെ ആരും വേണ്ടാത്തവനായി പോയില്ലേ എന്ന് ഓർത്തു പോകും. അന്നേരം നിരഞ്ജൻ സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കും താനൊരു മൃഗമാണെന്ന്. നിരഞ്ജൻ സ്വയം തന്നെ അവനെ ഒരു വികാരങ്ങളും ഇല്ലാത്ത, മനുഷ്യത്വമില്ലാത്ത ഇന്നത്തെ പാസ്റ്റിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്. എന്നാലും ആ പോർഷൻ വളരെ മനോഹരമായിട്ട് തന്നെ എഴുത്തുകാരി എഴുതിയിട്ടുണ്ട്. എനിവേ താങ്ക്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക.